ഏറെ ദുഃഖകരമായ ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറമാൻ AV മുകേഷ് അന്തരിച്ചു. പാലക്കാട് കൊട്ടേക്കാട് കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. 34 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യം പകർത്തുന്നതിന് ഇടെയാണ് ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. വിനേഷ് കുമാർ നമുക്കൊപ്പമുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് സംഭവിക്കുന്നത്. കാരണം ദുരന്തമുഖങ്ങളിലും മറ്റും നേരിട്ടെത്തി വാർത്തകൾ ശേഖരിച്ച് പ്രേക്ഷകരെ അറിയിക്കുന്ന ദൗത്യത്തിലേർപ്പെട്ടിരിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അങ്ങനെ അത്തരമൊരു ദൗത്യത്തിനിടെ ഇത്തരമൊരു ദുരന്ത വാർത്ത ഉണ്ടാകുന്നു എന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ്. വിനേഷ് കുമാർ നമുക്ക് ചേരുന്നു. വിനേഷ്, അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. വിനേഷിൻ്റെയൊക്കെ സഹപ്രവർത്തകനായിരുന്നു. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? വിശദാംശങ്ങൾ. സജിത്ത്, രാവിലെ തന്നെ ഒരു ദുഃഖകരമായ വാർത്തയാണ് അറിയുന്നത്. 7:30-നും 8-നും ഉള്ളിൽ മലമ്പുഴയ്ക്കടുത്ത് കൊട്ടേക്കാട് വെച്ചിട്ടാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നമ്മുടെ പ്രിയ സഹപ്രവർത്തകൻ മുകേഷ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് റെയിൽവേ ട്രാക്കിലൂടെ ആന അത് മുറിച്ചു കിടക്കുകയും കഴിഞ്ഞ ദിവസം ഒരു ആന ചരിയുകയും ചെയ്ത സംഭവം ഉണ്ടായി. കഴിഞ്ഞ മാസവും സമാനമായ സംഭവം ഉണ്ടായി. അങ്ങനെ അവിടെ ഈ ഒരു PT-14 എന്ന് പറയുന്ന PT-14 എന്ന് പറയുന്നത് വളരെ അപകടകാരിയായ ഒരു ആനയും മറ്റൊരു ആനയും അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് വനം വകുപ്പ് ഇതിനെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം. അങ്ങനെ ആന പുഴ കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഈ പടക്കം പൊട്ടിച്ചതോടുകൂടി ആന ഓടുകയായിരുന്നു. അങ്ങനെ ക്യാമറാമാനായ മുകേഷും അതുപോലെ തന്നെ റിപ്പോർട്ടർ ഗോകുലും ഡ്രൈവർ മനോജും ഇവർ 3 പേരും 3 ഭാഗത്തേക്ക് ചിതറി ഓടുന്നതിനിടയിൽ മുകേഷ് വീഴുകയായിരുന്നു. മുകേഷിനെ ആന ചവിട്ടി അരയ്ക്ക് താഴെയാണ് പരിക്ക്, വയറിന് താഴെയാണ് പരിക്കേറ്റിട്ടുള്ളത്. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും അവിടെ വെച്ച് മരിക്കുകയായിരുന്നു. നമുക്കറിയാം, മുകേഷ് ഇന്ത്യ വിഷനിൽ ഉൾപ്പെടെ മികച്ച ദൃശ്യങ്ങൾ എടുത്തിട്ടുള്ള ആളാണ്. ഇന്ത്യ വിഷനിൽ കോഴിക്കോട്, ഒപ്പം തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. നമ്മുടെ കൂടെ ജോലി ചെയ്തതാണ്. ഒപ്പം തന്നെ അതിന് ശേഷം മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോയിൽ ഉൾപ്പെടെ ജോലി ചെയ്ത ശേഷമാണ് ഇവിടേക്ക് പാലക്കാട്ടേക്ക് വരുന്നത്. സംഭവം രാവിലെ വനം വകുപ്പുമായി ആലോചിച്ച ശേഷമാണ് അവിടേക്ക് ഈ സംഘം മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് പോകുന്നതും ആ ദൃശ്യങ്ങൾ. കാരണം ഈ പ്രദേശത്ത് പ്രോജക്ട് എലിഫന്റിൽ വരുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും അവിടെ ആന നിരന്തരമായി റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നതും ആന അപകടത്തിൽപ്പെടുന്നതും ചരിയുന്നതും നിത്യ സംഭവമാണ്. അതിനോട് ചേർന്ന് ആ ഒരു പ്രദേശത്ത് ആനശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത ശേഖരിക്കാൻ വേണ്ടിയായിരുന്നു രാവിലെ 3-അംഗ സംഘം അതിരാവിലെ പോയതാണ്. എന്തായാലും ഇത് അപകടത്തിൽ ഒടുവിൽ മുകേഷ് വിട പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഭാര്യയും കുഞ്ഞുമുണ്ട്. ഇപ്പോൾ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജന്മനാടായ പരപ്പനങ്ങാടിക്ക് കൊണ്ടുപോകും. വിനേഷ്, നമ്മൾ ഈ ദുരന്തമുഖത്ത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ പരമാവധി ദുരന്തങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ പ്രേക്ഷകരെ അതിൻ്റെ ഒരു തീവ്രത അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവെക്കുന്നു എന്ന സാഹചര്യമുണ്ട്. മുൻകാലത്തും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ ഈ മുകേഷും സംഘവും കാട്ടാനയുടെ ഏറ്റവും നല്ല ദൃശ്യങ്ങൾ പകർത്താനുള്ള ശ്രമമായിരിക്കും അവിടെ നടത്തിയിട്ടുണ്ടാവുക, അല്ലേ? തീർച്ചയായും ഒരു അതിസാഹസികമായ ഒന്നുമല്ല അവിടെ ആ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചുള്ളത്. നമുക്കറിയാം, കാട്ടാന ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തേക്ക് ഓടി വരുന്നു നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ കുറച്ച് മാറി നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ആന ഓടി വരികയായിരുന്നു. ആന ഓടി വന്നതും 3 പേരും 3 വഴിക്ക് തിരിഞ്ഞുപോയി. മുകേഷുള്ള വഴിക്കാണ് ആന വന്നത്. അങ്ങനെയായിരുന്നു സംഭവം. അങ്ങനെയാണ് ആന മുകേഷിനെ ആക്രമിക്കുന്നത്. ഈ ആന മുമ്പും ഇതുപോലെ തന്നെ ആളുകളെ ചവിട്ടിക്കൊന്നിട്ടുണ്ട് എന്നും വനം വകുപ്പ് തന്നെ പറയുന്നുണ്ട്. വളരെ അപകടകാരിയായ ഒരു ആനയാണ്. മാത്രമല്ല, നമുക്കിപ്പോ ഈ കാലാവസ്ഥയിലേക്ക് പ്രതികൂല വ്യതിയാനം ഇതിന്റെ മതപ്പാടൊക്കെ കൂടുന്നതിന് ആനകൾക്ക് കാരണമാവും എന്നാണ് ഇതിന്റെ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ഈ ചൂടുകാലമെല്ലാം ആനയ്ക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ ഊഷ്മാവുള്ളതാണ് ആനകൾക്ക്. അപ്പൊ ആ ഒരു സമയം വളരെ വയലന്റ് ആവുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും രാവിലെ ഇവർ 3 പേരും രാവിലെ 6 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് പോവുകയും ഈ കഞ്ചിക്കോടും അതുപോലെ തന്നെ മലമ്പുഴേന്റെ അടുത്തുള്ള കൊട്ടേക്കാട് പനമരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം. ഈ ഭാഗത്ത് എപ്പോഴും കാട്ടാന തമ്പടിക്കുന്നതാണ്. ഇതിലെയാണ് പ്രധാനമായും റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പോകാറുള്ളത്.
എന്തായാലും ദൃശ്യങ്ങൾ നമുക്ക് ആന നിൽക്കുന്ന ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ്. സ്വാഭാവികമായും നമ്മൾ പോയി കഴിഞ്ഞാൽ ആനയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആന നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പകർത്താൻ ശ്രമിക്കും. അങ്ങനെ ആന നിൽക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് ആന ഓടുന്നത്. അതാണ് ഈ ഒരു അപകടത്തിനിടയാക്കി.